ചെയ്യാത്തത് കൊണ്ടാണ്, നേരിട്ട് ചെയ്യാത്തത് കൊണ്ടും അല്ലാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടും അതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ മാപ്പ് പറയാത്തത്. എനിക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലെൻ്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു. ഞാൻ സത്യസന്ധമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു. ഞാനൊരു പത്രസമ്മേളനത്തിലെ പ്രസ് കോൺഫറൻസിൽ അനുകൂലമായ മറുപടികൾ പറയുന്നതിൻ്റെ പട്ടികയിലേക്ക് ഇതിനെ എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നതുമല്ല. ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, ഞാനത് ചെയ്യിപ്പിക്കുകയില്ല. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ കാണുക, എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഒരു വോട്ട് പോലും എനിക്കത് അധികം ഫെച്ച് ചെയ്യില്ല. നേരെ മറിച്ച് അത് മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ അതായിരിക്കും കുറച്ചും കൂടെ എനിക്കും ഗുണം. അപ്പോൾ എനിക്ക് ഒരു തരത്തിലും, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഒരു പൊതുപ്രവർത്തനം എന്ന ലേബലിലും ഒരു തരത്തിലും എനിക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തെ ഞാൻ അറിഞ്ഞ് ചെയ്യും, ഞാൻ അറിഞ്ഞ് ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. എനിക്ക് എൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നൊക്കെ ഇവിടെ ആരൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ഒരു കാര്യമെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ആക്ഷേപ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ നടന്ന ഒരാളല്ല. ഞാൻ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളല്ല. ഞാൻ ഒരാളെ തേജോവധം ചെയ്ത് പദവികളിലേക്കും അധികാരങ്ങളിലേക്കും നടന്നെടുത്തതിൻ്റെ ഹിസ്റ്ററിയും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാത്തൊരു കുറ്റത്തിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ചെയ്ത ഒരാളെയും പ്രോത്സാഹിപ്പിക്കാനോ സംരക്ഷിക്കാനോ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാനോ അതിനും ഞാനില്ല. അടുത്തത്, ഇപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരിടേണ്ടി വന്നിരുന്ന ആക്ഷേപങ്ങൾ, ഞാനിതിന് ഒരുപാട് മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സിംഗിൾ ലാസ്റ്റ് ടൈം ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നു. ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കേട്ടു. ഇല്ലാത്തൊരു വീഡിയോയെ സംബന്ധിച്ച് അത് സൃഷ്ടിച്ചെന്ന പേരിൽ, അതിനൊരു സംഘമുണ്ടെന്നുള്ള പേരിൽ വരെ വലിയ ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിലും വേട്ടയാടലുകൾ ചില മാധ്യമങ്ങളിലും ചർച്ചകളും ചില ബുദ്ധിജീവികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പിന്നെ അതിൽ വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു ആ ആൾ പറഞ്ഞതല്ല ശരി, പാർട്ടി പറയുന്നതാണ് ശരി, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. അവർക്കിടയിൽ പോലും ധാരണയെത്താത്ത, ഉള്ളതാണോ അല്ലയെന്നുള്ളത് അവർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടിയതിന് ആർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? എന്നെ അതിൻ്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? എൻ്റെ പേരിൽ അത്രയും വാർത്തകളും അത്ര നവമാധ്യമ പോസ്റ്റുകളും കുത്തി നിറച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിൽ എവിടെയാണ് എതിർ സ്ഥാനാർത്ഥിയെ, ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതിലും റെസ്പെക്റ്റഡ് ഒപ്പണൻ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിശേഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇനി കോവിഡിൻ്റെ അഴിമതിയെക്കുറിച്ച് അത്തരമൊരു ആരോപണത്തിൻ്റെ നിഴലെങ്കിലും ഞാൻ അല്ലെങ്കിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് എതിരായിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇവിടെ നേരിടേണ്ടി വരുമായിരുന്ന തേജോവധം, ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഉയരുമായിരുന്ന പോസ്റ്ററുകൾ, ഇവിടുത്തെ കവലകളിൽ ഉണ്ടാവുമായിരുന്ന ചുവരെഴുത്തുകൾ, വിശേഷണങ്ങൾ, അതൊക്കെ എന്താവുമായിരുന്നു? ഞങ്ങൾ അതിലും ജനാധിപത്യ മാർഗവും നിയമമാർഗമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തീർത്തു പറയുന്നു, വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ഒരാളല്ല ഞാനത് ആഗ്രഹിക്കുന്നുമില്ല, ഞാനത് ചെയ്യേയില്ല.